ലാലേട്ടൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന സീനായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ബ്രദർ ചെയ്തിട്ട് 14 വയസ്സിൽ കാലറിയാതെ സ്ലിപ്പായി പോയിട്ട് മരിച്ചതാണ് എൻ്റെ ബ്രദർ. അവനന്ന് 14 വയസ്സ്, ട്വിൻസ് ആയിരുന്നു. ആ ഒരാൾ മരിച്ചത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ്. അന്ന് എനിക്ക് 13 വയസ്സ്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ, നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. എൻ്റെ ഫാമിലിയും എല്ലാം ഉള്ളതാ. എനിക്ക് വലിയൊരു പത്രങ്ങളിലും ചാനലിലും കയറിയിരുന്ന് എനിക്ക് ഷൈൻ ചെയ്യണ്ട. ഞാനത് പറഞ്ഞാൽ ഞാൻ ചാനലിൽ മുഴുവൻ ഉണ്ടാവും. പൊട്ടിക്കാനുള്ള ബോംബ് കയ്യിലുണ്ട്, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചാൽ വലിയ വിപ്ലവം കൂടെ നടക്കും. എനിക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ തുറന്ന് പറയാൻ തയ്യാറാണ്. 20 വർഷം എൻ്റെ ലൈഫ് നശിപ്പിച്ച ഒരാളായതുകൊണ്ടും, കാരണം ലൈഫ് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു. എല്ലാവരും ഒരു മാവേൽ 100 മാങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ ചീഞ്ഞെന്ന് പറഞ്ഞിട്ട് 100 അതിൽ 99 മാങ്ങകളും കേട്ടോണ്ടിരിക്കുകയല്ലേ. നമുക്കൊരു സ്ഥലത്ത് വലിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ആ കുടുംബത്തിലും വരുന്ന വീട്ടുകാർക്കൊക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ അത് തടസ്സം കൂടാതെ കുറച്ച് നാളത്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് വേണോ? ആ സമയത്ത് ഗണേശേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, പ്രിയങ്ക നിരപരാധിയാണ്, അവരങ്ങനെ ചെയ്യില്ല. ഈ ഗണേശേട്ടനെ വരെ വെച്ച് ഇയാൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ കുറച്ച് പ്രോബ്ലംസ് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും. സ്റ്റിൽ ഞാൻ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, അമ്മേന്ന് ഞാൻ ഈ കേസ് വന്നപ്പോൾ എന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ഇത്തിരി പ്രോബ്ലംസ് എനിക്കുണ്ട് ഇപ്പോൾ സ്റ്റിൽ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ക്യാമ്പ് ഫയർ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനസ്സ് തുറന്നുള്ള സംസാരമാണ്. ഇന്ന് ക്യാമ്പ് ഫയറിൽ എൻ്റെ കൂടെ പ്രിയങ്ക അനൂപ്. ഹായ് പ്രിയങ്ക ചേച്ചി. ഹായ്. അപ്പോൾ ക്യാമ്പ് ഫയറിനെ പറ്റിയിട്ടൊരു ധാരണയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ വളരെ സമാധാനത്തിലിരുന്ന് നമ്മുടെ ജീവിതത്തിലെ യാത്രകളിലൂടെ ഒന്ന് കടന്നു പോകുന്നു. അവിടുത്തെ കൈപ്പേറിയതും കല്ല് നിറഞ്ഞുമായ പാതകളിലൂടെയുള്ള സഞ്ചാരത്തിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അതൊരു വെറൈറ്റി ഇൻ്റർവ്യൂ ആണല്ലോ. പ്രത്യേകിച്ച് ഒരു ചൂടത്തിരുന്നൊരു ചൂടായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനും വളരെ സമാധാനപരമായിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ഒരു റിലാക്സേഷന് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഇരിക്കാറ്. അപ്പോൾ ഒരു വേറെ വെറൈറ്റി മൂഡിലിരിക്കുമ്പോൾ ഒരു പ്രത്യേകത. കുറച്ച് തീയും അതിൻ്റെ ചൂടും പുകയൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ. എപ്പോഴും കുറച്ച് കയ്പുണ്ടാവും, കുറച്ച് മധുരം ഉണ്ടാവും, അതുപോലെ തീയും ചൂടൊക്കെ കിട്ടും, ജീവിതത്തിന്റെ ഭാഗമാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് മനോഹരമായ കായലിന്റെ തീരത്താണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പ്രിയങ്ക ചേച്ചിക്ക് വളരെ മാനസികമായ അടുപ്പമുള്ള ഒരു സ്ഥലം എന്ന് തന്നെ പറയാം അല്ലേ? പറയാം. ഇതിപ്പോ ഞാൻ അരൂർ ഗ്രാമത്തിലാണ് ഇതിരിക്കുന്നത്. ഞങ്ങള് അരൂർന്ന് കേൾക്കുമ്പോ പറയുമ്പോ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു സ്ഥാനാർത്ഥിയാവാൻ പറ്റുക അത് അരൂരാണ്. അങ്ങനെ വന്ന് ഇവിടെയൊക്കെ വോട്ട് ചോദിച്ച് കുറേ സ്ഥലങ്ങൾ, അരൂര്, പെരുമ്പളം, കുറേ ഏരിയകൾ, എരമല്ലൂർ, അതൊക്കെ അതിനകത്ത് പെട്ട ഏരിയ ആണല്ലോ. അവിടെയൊക്കെ വോട്ടൊക്കെ ചോദിച്ച് കുറേ നടന്ന് ഒരു എന്താ പറയുക, ഒരു പുതിയൊരു അനുഭവം. ഓക്കെ, ലൈഫിൽ റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലുകൾ? മിക്കവാറും നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നും ഇല്ലേ. ഇപ്പം ഇത് തീരുമാനം എനിക്ക് ഇത് എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ പിന്നെ ആലോചിച്ച് വേണ്ടായിരുന്നു അല്ലേ എന്ന് തോന്നി. പിന്നെ ആലോചിച്ച് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇനി ഇല്ല, നമ്മൾ അഭിനയിച്ച് തീർക്കുന്നത് ലൈഫിൽ കിട്ടിയപ്പം നമുക്ക് ഉറപ്പായിരുന്നു ഇത്രയും വലിയ ആൾക്കാരൊക്കെ നിൽക്കുന്നു. അപ്പം അതൊരു എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം എന്താണ്? എന്തായാലും ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കാം എന്നുള്ള കാരണം ഞാനൊരു ഫ്ലാറ്റിൻ്റെ 10 വർഷത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് റോഡ് സംബന്ധമായിട്ടും കാന സംബന്ധമായിട്ടും മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്തു കൊടുത്തുകൂടാ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നു, നമുക്ക് തോന്നും എന്താ അവർ ചെയ്യാത്തത്, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയതൊക്കെ ഒന്ന് ശരിയാക്കായിരുന്നല്ലോ. കാരണം അത്ര ദുരിതം അനുഭവിച്ചു. നമ്മൾ അത്രയും പൈസ കൊടുത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നടക്കാൻ റോഡില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്,
വെള്ളം കയറിയിട്ട് കാനേന്ന് വെള്ളം വരിക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമം. ഇതുപോലെ എത്രയോ ഫാമിലീസും ഫ്ലാറ്റുകളാണെങ്കിലും വീടുകളാണെങ്കിലും എറണാകുളം മഴ പെയ്ത ഇല്ലേ, അത് നമ്മൾ പെട്ടെന്ന് ഓടിച്ച് നമുക്ക് വെറുതെ ഒരു തൂമ്പ മേടിച്ച് മാറ്റുന്ന കാര്യമല്ല. ഗ്രാജുവലി അതെല്ലാം കുറച്ച് കുറച്ചെങ്കിലും നന്നാക്കി കൊടുക്കാമായിരുന്നു ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ എന്താ ഇത്ര താമസം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്കൊരു സ്ഥലത്ത് വലിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ആ കുടുംബത്തിലും വരുന്ന വീട്ടുകാർക്കൊക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ അത് തടസ്സം കൂടാതെ കുറച്ച് നാളത്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് വേണോ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളൊക്കെ എന്തെങ്കിലും ഇനി വല്ല അബദ്ധവശാൽ അല്ലെങ്കിൽ ജയിച്ചാലോ, നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഞാൻ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ചാടി ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, സഹായം ചെയ്യാറുണ്ടെന്ന് പറയാം. അങ്ങനെ സഹായം ചെയ്തിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ പ്രശ്നങ്ങളിൽ ചെന്ന്? ജീവിതത്തിൻ്റെ മുക്കാഭാഗവും പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ സഹായം നിർത്തിയിട്ടില്ല. ദുഃഖങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ദുഃഖങ്ങളുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ നിന്ന് പോലും നമ്മൾ സഹായം ചെയ്തിട്ട് പോലും നമ്മളെ ഒരുപാട് പേര് നമ്മളെ മനസ്സിലാക്കാതെ നമ്മളോട് പ്രതികാരം ചെയ്യുന്നുണ്ട്. അത് വേണ്ട, എന്തിനാ വെറുതെ നമ്മൾ പിന്നെന്താ വെച്ചാൽ നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവരെന്തെങ്കിലും മനസ്സിലാക്കട്ടെ. ഞാൻ നിർത്തില്ല. എന്നോട് പറയാറുണ്ട്, നീ എത്ര അടി കൊണ്ടാലും നീ മനസ്സിലാക്കില്ല. പക്ഷെ എനിക്ക് പിന്നെ ഇപ്പോൾ എന്നെ തല്ലി ഒരാൾ പോയി വഴക്കുണ്ടാക്കി പോയാലും 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മറക്കും. എനിക്ക് വൈരാഗ്യം എല്ലാവരോടും. മനസ്സിൽ ആകെ ഒരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. അത് എന്നെ ഒരുപാട് പ്രോബ്ലംസിലേക്ക് കൊണ്ടുപോയ ഒരാളായതുകൊണ്ടും 20 വർഷം എൻ്റെ ലൈഫ് നശിപ്പിച്ച ഒരാളായതുകൊണ്ടും. കാരണം ലൈഫ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു. അറിയാലോ, ഒരു കേസ് സംബന്ധമായ കാര്യമാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, അതുപോലെ ഞാൻ നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ആളോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ ചോദിച്ചതുപോലെ നമ്മൾ സുഹൃത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു ചെറിയൊരു വാക്ക് മാത്രമേ എൻ്റെ വായിൽ നിന്ന് പോയിരുന്നുള്ളൂ. ആ വാക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ശരി, ഉണ്ടാക്കി. അത് ഞാൻ നിരപരാധിയാന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ഇനി നിരപരാധിയാന്നൊരു മജിസ്ട്രേറ്റ് വിധിക്കണമെന്നുണ്ടെങ്കിൽ ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം പോകണം. ഇത് വെറുതെ പറയരുത്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഞാനെന്തോ പറഞ്ഞ്, ഇപ്പോൾ മജിസ്ട്രേറ്റ് ഇരിക്കുന്ന എൻ്റെ ബന്ധുവാണല്ലോ, ഞാൻ പറയുമ്പോൾ ഒരു പാവം പ്രിയങ്ക, അവരെ വെറുതെ വിട്ടേക്കുന്ന നിരപരാധി എന്ന് പറയുമോ? സൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷനിൽ നിന്ന് വരെ ഷൂട്ട് നിർത്തി വെച്ചിട്ടാണ് ഞാൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അന്ന് ഈ പറയുന്ന ആളുടെ അമ്മയും ഉണ്ടായിരുന്നു. രണ്ടാമത് തന്നെ ഓരോ അന്വേഷണത്തിന് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോയി ഹാജരായി. പക്ഷെ പറയണത് എന്താണ്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിനെ പറ്റിയിട്ട്, ഇതിൻ്റെ ഒരു തുടക്കത്തിനെ പറ്റിയിട്ടോ ഒന്ന് പറയാം. ഇപ്പം എനിക്ക് പേരെടുത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. കാവേരി എന്ന് പറയുന്ന മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്ന അഭിനേത്രിയാണ്. ചേച്ചിയുടെ വളരെ നല്ല അടുത്ത സുഹൃത്തായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം? എല്ലാവർക്കും അറിയുന്ന, എല്ലാം അറിയാവുന്നതാണ്. ഞാൻ വീണ്ടും അതിലേക്ക് പോകണ്ട. കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ പറയണം. ഇത് എല്ലാവർക്കും അറിയാം. അത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് എനിക്ക്. എൻ്റെ കുടുംബത്തിൽ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വായിക്കാൻ തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വിഷമം ഉണ്ടാവും. എത്ര നമ്മൾ ഭയങ്കര ബോൾഡായാലും നെഗറ്റീവ് കമൻറ്റ്സ് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് തന്നെയാണ്, ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അത് അങ്ങനെ കിട്ടി സുഖം കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ, അവരുടെ മനസ്സ് സന്തോഷമാണല്ലോ. ഞാൻ ഒരു മനസ്സിൽ ചെറിയൊരു ഫീലിംഗ് വരുമ്പോൾ ആ എഴുതിയ ആൾക്ക് ഇത്ര എഴുതി വിട്ടല്ലോ എന്നുള്ളൊരു സുഖം അനുഭവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ പിന്നെ അവർ തിങ്ക് ചെയ്യും, അയ്യോ അവരെത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന്. കാരണം ഞാൻ ചെയ്യാത്ത തെറ്റാണ്. ഞാൻ 20 വർഷം നടന്ന് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുമായിട്ടും പോലീസ് ഇൻസ്പെക്ടർ വിളിച്ചാലും എന്തിനു സഹായിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് നിമിഷം തെളിവുമില്ല, ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എന്നെ നിരപരാധി എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ചേച്ചീന് ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ ഇതിനകത്ത് ടാർഗറ്റ് എന്ന് പറയാൻ കാവേരിയോ കാവേരിയുടെ അമ്മയോ ഒന്നുമല്ല, ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആള് തന്നെയാണ്. ക്രൈം നന്ദകുമാർ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത വായിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. കാരണം അതിനു മുമ്പ് സൈബറിൽ ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം എന്നെ വെച്ച് വലിയൊരു മാറ്റർ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ന്യൂസ്. എൻ്റെ ഈ കേസ് സംബന്ധമായ കാര്യം കൂടാതെ കുറേ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണെങ്കിൽ പുള്ളിയുടെ ഒരു ഒരു ചാനൽ പോകുന്നുണ്ട്, ഓൺലൈൻ ചാനൽ. ഈ ചാനലിനകത്ത് പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ പുള്ളി ലൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ആ സമയത്ത് എനിക്ക് ആകെ എൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ളൊരു ആളാണ് ഗണേഷ് കുമാർ, ഇപ്പോൾ മന്ത്രിയായിട്ട് ഗണേശേട്ടൻ.
ആ സമയത്ത് ഗണേശൻ്റെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, പ്രിയങ്ക നിരപരാധിയാണ്, അവരങ്ങനെ ചെയ്യില്ല എന്ന്. ഞാൻ നിരപരാധിയായിട്ട് ആദ്യം ഗണേശേട്ടാ വിധി വന്നിട്ടോ ഞാൻ നിരപരാധിയാണ്. അന്ന് ഗണേശേട്ടൻ ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഗണേശേട്ടനെ വരെ വെച്ച് ഇയാൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. സത്യം എനിക്ക് ഗണേശേട്ടന് ഇതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ ഗണേശേട്ടനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ കൊടുത്തോ. ഞാൻ നേരെ പോയി DCP സാറിൻ്റെ അടുത്ത് പോയി ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് സൈബറിനകത്ത് എന്നെ വിറ്റ് പുള്ളി കാശാക്കണ്ട. എത്ര സിനിമാ താരങ്ങളെ കുറിച്ച് പുള്ളി മോശമായിട്ട് എഴുതി കാശുണ്ടാക്കുന്നുണ്ട്. പുള്ളിക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ക്രൈം ഫയർ എന്ന് പറഞ്ഞാൽ കുറേ പത്രങ്ങൾ പുള്ളി ഒരുപാട് വൃത്തികെട്ട മാസം, ഇപ്പം അതൊക്കെ ഇല്ല. കാരണം അതിനെതിരെ ഞാൻ കേസിന് പോയി. എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ ഞാൻ പോലും അത് കണ്ടാൽ ഞെട്ടും. അതുപോലത്തെ ഒരു ഫോട്ടോ വെച്ച് കാശാക്കുക നാണാവൂല്ലേ? ഞാൻ ചോദിക്കുന്നത് ഒരു മാന്യതയുണ്ടോ? ഇങ്ങനെ ഒരു സ്ത്രീയെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് ഇല്ലാത്ത കാര്യവും പറഞ്ഞ് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളത്? ഈ ഒരു വിഷയം വന്നപ്പോൾ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അന്ന് കേസ് കൊടുത്തിരുന്നു. അതാണല്ലോ ഇപ്പോൾ ആ പത്രം ഇല്ല, എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് സാമ്പത്തികം ഇല്ല എന്നൊക്കെ പറഞ്ഞ ആ കേസ് അങ്ങനെ നിൽക്കണം. ആ കേസ് എനിക്കാ വിധി വന്നത്. കാരണം എൻ്റെ പേര് വെച്ച് എന്തിനാ കാശാക്കണത്? അതിന് ഞാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ ഞാൻ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഫോട്ടോ എന്ന് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അതൊന്നുമില്ല. ഇനി ഇൻ കേസ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ഇടാതെ ഇട്ടോ അല്ലെങ്കിൽ ഉടുപ്പിട്ടോ എൻ്റെ പല ഇതുണ്ടോ ഇതൊക്കെ വിറ്റ് കാശാക്കി ഞാൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ? അയാളെ ചാനൽ നന്നാക്കാൻ ഞാൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ? എന്നാൽ അപ്പോൾ അത് റൈറ്റ്സ് എനിക്ക് തരട്ടെ. എന്നാൽ പിന്നെ എനിക്കൊന്നുമില്ല, അവിടെ നിന്ന് ജീവിച്ചാൽ മതിയല്ലോ. നാണം കെട്ട പണിയെടുത്ത് ജീവിക്കരുത്. കാരണം ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയട്ടെ. പത്രം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് വ്യക്തമായ തെളിവുകൾ വരുമ്പോഴാണ് പത്രക്കാർക്ക് ഇൻ്റർവ്യൂസും പോയി ന്യൂസും ചാനലൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ പുറകെ പോണതും. ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഇരുന്നിട്ട് അവനവന് കാശുണ്ടാക്കുക, കൈ നനയാതെ ചുമ്മാ ഇരുന്ന് വായിച്ചാൽ മതിയല്ലോ. കുറേ ജനങ്ങൾ ഇതറിയാതെ കേൾക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അത് വിശ്വസിക്കും ഇല്ലേ? പിന്നെ ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ കേസ് നടത്തി 20 വർഷമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ കേസ് ഓരോ തവണയും തിരുവല്ലയിൽ പോകുമ്പോൾ, എറണാകുളത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് നടന്നു പോകാൻ പറ്റില്ല, ഓട്ടോ വിളിച്ച് പോകാൻ പറ്റില്ല, ബസ്സിൽ കയറി പോകാൻ പറ്റില്ല. എനിക്ക് കാറ് വേണം. ആ വരുന്ന ആളുടെ ചിലവ്, എൻ്റെ കൂടെ വരുന്ന ആളുടെ ചിലവ്, ഇതെല്ലാം ഒരു ദിവസത്തെ ചിലവിൽ പോവും ഇല്ലേ? എത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടാവും അറ്റൻഡ് ചെയ്യാൻ. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റായി, കല്യാണം അതിൻ്റെ ഇടയ്ക്ക് നടന്നു, മോനുണ്ടായി, അപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ കുറച്ച് പ്രോബ്ലംസ് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും സ്റ്റിൽ. പക്ഷെ ഞാൻ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുകയാണ്. കാരണം ജീവിച്ചേ പറ്റൂ. ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യുന്നതിനൊരു പരിഹാരമല്ല. എൻ്റെ മനസ്സിലങ്ങനെയാണ്. അതിൻ്റെ വക്ക് വരെ എത്തിയാലും ഞാൻ അതിനൊന്നും പോവില്ല. കുറേ ജനങ്ങൾക്കറിയാം. കാരണം ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ശരിക്കും എന്നെ ഒരുവിധം അടുത്തറിയുന്നവർക്കറിയാം ഞാൻ എന്താണ്. ദൂരെ നിൽക്കുന്നവർക്ക് ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് മനസ്സിലാവില്ല. അവരത് മനസ്സിലാക്കണ്ട. ഈ കാവേരിയുടെ വിഷയത്തിൽ കാവേരിയുടെ അമ്മയോ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ ചേച്ചീനെ ഇതിനകത്ത് പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ്, അല്ലെങ്കിൽ എന്തിനാണ് അവർ പെടുത്തിയത്? ഞാൻ പറയട്ടെ, ഇത് അവരുടെ അമ്മയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ആ കുട്ടി എവിടെയുണ്ട്, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ നിൽക്കുന്നു. അവരെ കുറ്റം പറയുന്നില്ല. ഈ പത്രം ഈ പറയുന്ന ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ആളുടെ പത്രത്തിന് എന്ത് യോഗ്യത ഉണ്ടായിരുന്നത്? ഞാനൊരു പേര് ഉപയോഗിച്ചൊന്നും അല്ലയോ പത്രം തകർന്നു പോകാൻ. വേറെ വലിയൊരു മാസികയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ ശരി, തകർന്നു പോയെന്ന് ചോദിക്കാം. ഇയാൾക്ക് എന്തുണ്ടായിട്ടാണ് ആ പത്രത്തിനെ കുറിച്ച് ഞാനൊരു വാക്ക് ഇങ്ങനെ ക്രൈമിലൊരു ഫോട്ടോ വരുന്നു അല്ലെങ്കിൽ കാവേരിയെക്കുറിച്ച് ഒരു ഫീച്ചർ വരുന്നു നമ്മൾ ഇത്രയ്ക്ക് തളയ്ക്കാം. അപ്പം അയാളുടെ ഉദ്ദേശം എന്താണ്? അയാൾക്ക് ആ വാരിക അത്രയും നാൾ വിറ്റ് പോകണം. അതിന് പ്രിയങ്കയെ കിട്ടി, അത് യൂസ് ചെയ്ത്. ചേച്ചിക്ക് കോള് വന്നു അല്ലെ, ഒരു അജ്ഞാത ഫോൺ കോള് വന്നു. അതിൽ കാവേരിയുടെ ഫോട്ടോ ഈ മാഗസീനിലെ കവർ പേജ് ആയിട്ട് വരും എന്ന് പറയാം. ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവും? അതെനിക്കറിയാൻ ആ നമ്പർ ഇല്ല. അത് പോലീസിന് കണ്ടുപിടിക്കായിരുന്നല്ലോ. അന്ന് ഒരു എന്താ പറയുക ഇല്ലാത്ത നമ്പറിൽ നിന്ന് കോള് വന്നു. ഇത് ഇയാളുടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പണി, പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്ര ഇൻറ്റിമേറ്റ് ആണ്. ഞാനും ആ കുട്ടിയുടെ അമ്മയൊക്കെ അത്രയും അടുപ്പാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രാജുവലി ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് അത്രയും നമ്മളമ്മ അത്രയും ഇതില്ല. എന്തെങ്കിലും ന്യൂസ് കിട്ടി ഞാൻ എൻ്റെ ഇതിൽ ഞാൻ വിളിച്ചു പറയും, ഇത് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് ശ്രദ്ധിക്കണേ. അത്രയും നല്ല രീതിയിൽ നിൽക്കുന്നൊരു കുട്ടി, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അത് ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ വിളിച്ചു വരുത്തി ഇത്രയും ചെയ്യുമ്പോൾ ആ പുറകിൽ നിന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അയാളുടെ ഉദ്ദേശം എന്താണ്? അയാളുടെ പത്രം കുറച്ച് വിറ്റ് പോവുക എന്നുള്ളത്. ആ സമയത്ത് വിറ്റ അയാൾക്ക് വന്ന എമൗണ്ട് എത്രയെന്ന് എടുത്ത് നോക്കണം. ഞാൻ അതൊക്കെ വെച്ചാൽ കേസിന് പോയത്. അതായിരുന്നില്ല ഉദ്ദേശം. അല്ലാതെ ഒരു പാവപ്പെട്ട പ്രിയങ്കയെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഞാനിപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഇനിയും എന്നെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അതിനുള്ളത് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ വിട്ടുകൊടുക്കില്ല.
ഞാൻ തയ്യാറല്ല വിട്ടുകൊടുക്കാൻ. ഈ 20 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരുപാട് മറ്റു ചില കാര്യങ്ങളും കൂടെയാണ്, ലൈഫിലെ നല്ല കരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പം അത് എങ്ങനെയാണ് ഡീൽ ചെയ്തത് ആ സിറ്റുവേഷൻ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ എനിക്ക് നഷ്ടങ്ങൾ അങ്ങനെയൊന്നും വന്നിരുന്നില്ല. കുറേ ആൾക്കാർ ചിലവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രിയങ്ക വിളിക്കണ്ട, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സിനിമാ ഫീൽഡ് സ്റ്റിൽ ഞാൻ ചോദിക്കുക, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സിനിമയിൽ? എല്ലാവരും ഒരു മാവേൽ 100 മാങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ ചീഞ്ഞെന്ന് പറഞ്ഞിട്ട് 100 അതിൽ 99 മാങ്ങകളും കേട്ടോണ്ടിരിക്കുകയല്ലേ? അല്ലേ? ഞാൻ വന്നിട്ട് ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. എനിക്ക് ആ 20 വർഷം എന്ന് പറഞ്ഞാൽ ബാക്കിൽ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ, കല്യാണം, എൻ്റെ മോൻ, എൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാർ, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല ഫിലിംസ് ചെയ്തിട്ടുണ്ട്, സീരിയൽ ഞാൻ കുറേ ചെയ്തു, ഒരുപാട് ഇനാഗുറേഷൻ ചെയ്തു. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയങ്ക ദുഃഖിക്കില്ല. കാരണം എന്തിനാണ് ദുഃഖിക്കണത്? ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ജനങ്ങളൊന്നും കല്ലെറിയാനൊന്നുമില്ല, എൻ്റെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു 20 വർഷത്തിനുള്ളിൽ എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ഇത്തിരി പ്രോബ്ലംസ് എനിക്കുണ്ട് ഇപ്പോൾ സ്റ്റിൽ. അത് ഒരു ബിസിനസ് ബന്ധമായിട്ട് എനിക്ക് ആ ബിസിനസ്സിൽ അന്ന് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതാണ്. പക്ഷെ അത് ഫ്ലോപ്പായി. അതുകൊണ്ട് എനിക്ക് ഒരുപാട്, അതാണ് എൻ്റെ മനസ്സിൻ്റെ വിഷമം. ഒരുപാട് ബാധ്യതകൾ ഒരുപാട് വന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അനൂപിനെ എല്ലാവർക്കും അറിയാം. ഇത്രയും നല്ലൊരു മനുഷ്യനെ എനിക്ക് ഈ ലൈഫിൽ കിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ, അത് മാത്രമേ ഉള്ളൂ വിഷമം. പലപ്പോഴും നമ്മുടെ എന്താ പറയുക, ചങ്കെടുത്ത് കാട്ടിയാലും ആൾക്കാർ തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് സിനിമയിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങിയ സമയങ്ങൾ, ചേച്ചി സിനിമയൊക്കെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു അതിന് ആ തെറ്റിദ്ധാരണകൾ കൂട്ടുന്ന രീതിയിലാണ് ഇന്ന് ന്യൂസ് നമ്മുടെ സിനിമയിലെ കാര്യം വന്നിടക്കുമ്പോഴല്ലേ. സിനിമ ഫീൽഡിൽ വന്നിടയ്ക്കൊന്നും എനിക്ക് വന്നിട്ടില്ല, ഞാൻ ഭയങ്കര സംഭവം എന്നൊന്നും പറയുന്നില്ല. എനിക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ്. പക്ഷെ സമയമായിട്ടില്ല, ഞാൻ പറയില്ല ഒന്നും. എനിക്കിപ്പോൾ പറയാനുള്ള സമയമല്ല. പൊട്ടിക്കാനുള്ള ബോംബ് എൻ്റെ കയ്യിലുണ്ട്, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചാൽ വലിയ വിപ്ലവം കൂടെ നടക്കും വെച്ചാൽ, ഞാൻ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, അമ്മേന്ന് ഞാൻ ഈ കേസ് വന്നപ്പോൾ എന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞു. കേസ് നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ ചെന്നു, ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ കിട്ടിയ ഓർഡറാണിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് വേദന വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയിലും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സിന് ബുദ്ധിമുട്ട് നമുക്ക് പറയാലോ, പക്ഷെ അതൊക്കെ തുറന്നു പറയാൻ എനിക്ക് സമയം വേണം, ഞാൻ ഇപ്പം പറയില്ല. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നവർ പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരുന്ന പ്രശ്നങ്ങളല്ല ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞു നിൽക്കുക, ആ ആളുടെ ഫാമിലി ഉണ്ടാവും, അവർക്കൊരു അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഇതൊന്നും അറിയാത്ത മക്കളുണ്ട്. ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തെളിവ് സഹിതം പറയാം. പക്ഷെ ഞാൻ തയ്യാറല്ലാത്ത കാരണം എന്താണെന്നറിയോ? പുറകിലോട്ട് നോക്കുമ്പോൾ ആ ഫാമിലി എന്തുമാത്രം ദുഃഖിക്കും, അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മൗനം. പക്ഷെ ഞാൻ പറയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണം, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ പറയാതിരിക്കില്ല. തെറ്റ് ചെയ്യുന്ന ആള് പിന്നെ ആവർത്തിക്കുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പറ്റിയോ വീട്ടിലുള്ളവരെ പറ്റിയോ വളർത്തിയവരെ പറ്റിയോ ഒന്നും ചിന്തിക്കാനേ എനിക്ക് സമയം വേണോന്ന് സമയത്തിൽ ഞാൻ പറയും, ഇപ്പൊ പറയില്ല. എന്തിനാണ് ആ സമയം? എനിക്ക് ആവശ്യമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫാമിലിയും എല്ലാം ഉള്ളതാ. എനിക്ക് വലിയൊരു പത്രങ്ങളിലും ചാനലിലും കയറിയിരുന്ന് എനിക്ക് ഷൈൻ ചെയ്യണ്ട. ഞാനത് പറഞ്ഞാൽ ഞാൻ ചാനലിൽ മുഴുവൻ ഉണ്ടാവും. എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അതല്ല. എനിക്ക് എൻ്റെ ബിസിനസ് പരമായ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്തോ ഉള്ളൂ. കാരണം ഞാൻ കുറച്ച് ലൈബിലിറ്റീസ് ഒരുപാട് പേർക്ക് വരുത്തി വെച്ചത്. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് വേണം എനിക്ക് മുന്നോട്ട് ഇനി അടുത്ത യാത്രയിലേക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഇതിനുള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളിലും കൂടെ ചെന്ന് പെടും എന്നൊരു പേടിയൊന്നും എനിക്കില്ല. എന്തിനാ ഞാൻ പേടിക്കണത്? ഞാൻ പറഞ്ഞത് വെറുതെ ഇപ്പം ഇവിടെ ആളുടെ പേരൊന്നും പറയുന്നില്ല, 10-15 പേരുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി എൻ്റെ റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചാൽ 2 പൊട്ടിച്ച് പോരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലണം. എന്തെങ്കിലും അപമര്യാദ മനുഷ്യന്മാരുടെ കാര്യമാണ്, ആണുങ്ങളുടെ കാര്യമാണ്.
അങ്ങനെ ധൈര്യമില്ലാത്തൊരു അകത്ത് പോകരുത്, കൂടെ ഒരാളെ കൊണ്ടുപോകണം. വേണ്ടേ? ഇനി അഥവാ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ആ സെക്കൻഡ് ഇറങ്ങി പോന്നാൽ പോരെ, അത് മതിയല്ലോ. പിന്നെ ഈ ഒരാണ് വിളിച്ച് നമ്മൾ റൂമിൽ പോയി, നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്നെങ്കിൽ ഇൻ്റർവ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അയാളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അയാൾ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ പാവം എന്ത് ചെയ്യും? തെറ്റ് ചെയ്യാത്ത ആ പുരുഷൻ എന്ത് ചെയ്യും? ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. അത് എല്ലാ പുരുഷന്മാരും ചിന്തിക്കണം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിക്കണം. കാരണം പെണ്ണ് പറയുന്നിടത്താണ് കാര്യം എന്ന് പറയുന്നുണ്ട്. പെണ്ണ് പറയുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിന് ശരിക്കും നേരിടാൻ അറിയണം. അങ്ങനെയുള്ളടത്ത് ഒറ്റയ്ക്ക് കയറി ചെല്ലണം. രണ്ട് കൊടുക്കാൻ അറിയെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏകദേശം ഒരു 25 വർഷം വരെ എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അമ്മയിലത് ഒരു റൂമിൽ പോലും കയറില്ല. എന്നെ പേടിച്ചിട്ടല്ല, ഞാൻ തെറ്റായിട്ട് പോകുന്നു പേടിച്ചിട്ടല്ല അമ്മ എൻ്റെ കൂടെ വരണേ. എൻ്റെ സേഫ്റ്റിയാണത്. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് ഇന്നിപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നുണ്ടായിരുന്നപ്പോൾ അത്രയൊന്നും മാറിയിട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ, ഞങ്ങൾ ബോബനും മോളിൽ നിന്നാണ് വിളിക്കാറ് പോലും. അമ്മയില്ലാത്ത സ്ഥലമില്ല. ബ്യൂട്ടി പാർലറിൽ പോയാലും അമ്മ പുറത്തിരിക്കും. അതാണ് എൻ്റെ അമ്മ. ഇതൊരു വർഷത്തോളം പോയി എവിടെ പോയാലും എന്തിനു പോയാലും അമ്മയും അച്ഛനൊന്നും അന്വേഷിക്കണേ ഇല്ല ഒരു മോള് പോയി കഴിഞ്ഞാൽ. ശരിയാണോ? പക്ഷെ നമ്മളൊരു ജോലിക്ക് പോകുന്ന സ്ഥലത്ത്, നമ്മളൊരു ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടുകാരെയും കൊണ്ട് കൂടെ വേണ്ട, ഇതൊരു ജോലിയിടം തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ മാറി തെറ്റിദ്ധരിച്ചിട്ടാ പറയണേ. ഒരു അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്. എൻ്റെ വീട്ടുകാർ എന്നെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മയും അച്ഛനും ദിവസം എൻ്റെ മോളെ വിളിച്ചിരിക്കും, മോളെ എങ്ങനെയുണ്ട് എന്താണ്, കൂടെയുള്ള കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചിരിക്കും. ഇല്ലേ? സിനിമാ ഫീൽഡിൽ തെറ്റ് നടത്തണമെന്നല്ല സ്ഥലമല്ല അത്. സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, അത് തെറ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, അതിന്ന് ആരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കോടതി വരെ പറഞ്ഞിട്ടില്ല. ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, അതിന് നിയമം ആണ്. പക്ഷേ ഈ വരുന്ന ആൾക്കാർ മുഴുവൻ റൂമിൽ കയറിയിട്ട്, ഞാനതാ പറഞ്ഞു, ഇപ്പോഴും ഒരു ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ റൂമിൽ കയറിയിട്ട് നാളെ അവൻ പീഡിപ്പിച്ചു അയാൾ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കും? ഞാനിപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ഇപ്പം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് പുരുഷന്മാരോട് ഈ പാവം എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. നിങ്ങളിനി ഒരു കാരണവശാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ, നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അത് തമാശ ഒന്നല്ല, ഞാൻ വെറുതെ പറയണതല്ല. കാരണം അവരെന്താ കാണിക്കുക? ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും? അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു, മലേഷ്യ പോണു, സിംഗപ്പൂർ പോണു, ഡ്രസ്സ് മേടിക്കുന്ന, സിനിമ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് അവൻ എൻ്റെ കൂടെ നിന്ന് എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥമുള്ള? ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും 9 മണി ഞാൻ ചോദിക്കും, നീ എവിടെയാണെന്ന്. എവിടെ? എൻ്റെ മോന് 15 വയസ്സായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ചട്ടക്കൂട്ടി പിടിക്കണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾക്ക് നമ്മുടേതായ അങ്ങനെ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതങ്ങ് സഹിച്ചോളണം, നമ്മൾ സഹിക്കണം, വിളിച്ചു പറയാൻ നിൽക്കരുത്. ശരിയാണോ? ആണുങ്ങളുടെയൊക്കെ മുഖം കാണിക്കും, ഈ പെണ്ണുങ്ങളുടെ മുഖം എന്താ മറച്ചു വെക്കണേ? എന്ത് വേണേ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇത് വലിയ ഇതാവുമായിരിക്കും, വലിയ സംഭവമാകും, പ്രിയങ്ക പെണ്ണുങ്ങൾ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ ധൈര്യമായിട്ട് കൊല്ലണി കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണേ ചെയ്തോട്ടെ. എന്തുകൊണ്ടിനാണ് മറച്ചു വയ്ക്കുന്നത്? അവർ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കേട്ടോ. കൊണ്ടുപോയി കൂടെ നടന്നു 1 വർഷം കറങ്ങി അടിച്ചും വന്നിട്ടും അവരുടെ കാര്യം ഞാൻ പറയണേ. അല്ലാതെ ബലമായ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ സമ്മതം ഇല്ലാതെ ചെയ്യുന്നതിന് ഞാൻ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെയുള്ളതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, മീട്ടു ഞാൻ കൂട്ടു നിൽക്കൂല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും വിഷയങ്ങളിലും ഒക്കെ ജെനുവിനിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും? ഇപ്പോൾ ഹേമ കമ്മീഷൻ അതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനത് മുഴുവൻ വായിച്ചിട്ടുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം ഈ പറയുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതിന് എന്നെ ഒപ്പം ഞാൻ വെക്കാം. ഏതൊരു നടനോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ റൂമിനകത്ത് ക്യാമറ വെച്ച് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല. കേസ് നോക്കുക, എന്നിട്ട് അതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനം, അതിനാണോ തെളിവുള്ളത്? പണ്ടത്തെ ഏത് ഹോട്ടലിൽ, ഇപ്പോൾ ഈ കാലമുള്ള ഹോട്ടലിലൊക്കെ ക്യാമറ ഉണ്ടാവും ഇല്ലേ? പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക. പിന്നെ ചെയ്ത നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ്? ആ നിമിഷം സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം ചോദിക്കുക എല്ലാവരും, ഇവളൊക്കെ 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നത്. ആ സമയത്ത് പേടിയാണ്, പേടിച്ചിട്ടായിരിക്കും പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, എന്തായാലും ഇങ്ങനെ ആയതല്ലേ, ഒരു സിനിമയിലെങ്കിലും ചാൻസ് തരുമായിരിക്കും. പാവപ്പെട്ട കുട്ടികൾ അങ്ങനെയും ചിന്തിക്കും. ഇതൊന്നും നടക്കാതെയും വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നല്ല സപ്പോർട്ടില്ലേ?
ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇപ്പം ഈ പ്രശ്നം വന്നാൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ അവർ വിളിച്ചു പറയും, അതിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കണവരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് നാളെ തന്നെ അയ്യോ ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി സമയം എടുക്കും. അത് സമയം തന്നെ വരെ വെയിറ്റ് ചെയ്യണം. ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇടയിൽ ചേച്ചിയുടെ ലൈഫിൽ വളരെ എന്താ പറയുക മോശമായ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ബ്രദർ ആത്മഹത്യ ചെയ്തത് എന്ന് ചേച്ചി പറഞ്ഞതായിട്ടാണ് ഞാൻ. ഒരിക്കലും ഇല്ല, അത് 100% തെറ്റ്. പിന്നെ ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ബ്രദർ മരിച്ചു. ഓക്കെ, അതെങ്ങനെ മരിച്ചു എന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്താം. ഇതുവരെ ആർക്കും അറിയില്ലായിരിക്കും. മോഹൻലാൽ ഉത്സവപ്പിറ്റ് എന്നൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിൽ ലാലേട്ടൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന സീനായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ എൻ്റെ ബ്രദർ ചെയ്തിട്ട് 14 വയസ്സിൽ കാലറിയാതെ സ്ലിപ്പായി പോയിട്ട് മരിച്ചതാണ് എൻ്റെ ബ്രദർ. അവനന്ന് 14 വയസ്സ്, ട്വിൻസ് ആയിരുന്നു. ആ ഒരാൾ മരിച്ചത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ്. അന്ന് എനിക്ക് 13 വയസ്സ്. ഈ ഇൻസിഡന്റ് ലാലേട്ടന് അറിയാം. ഇത് പേപ്പറിൽ വലിയ ന്യൂസ് ആയിരുന്നു. അത് വന്ന് ഭരത് ഗോപി സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനും ഇതറിയാം. ആ ഒരു സ്നേഹം എൻ്റെ അമ്മോടും എന്നോടും ലാലേട്ടനുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല വാർത്തകളിലും പറഞ്ഞു വരുന്നത് ഈ സഹോദരൻ മരിച്ചത് ചേച്ചിയുടെ ലൈഫിലുണ്ടായ വിവാദം ഉണ്ടായ പിക്ചർ കണ്ടതിന് ശേഷമാണ് സഹോദരൻ ജീവൻ. ഒരിക്കലും അല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മരിച്ച സമയത്ത് പെരുമ്പാവൂർ വെച്ചാ മരിക്കുന്നത്. ആ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം എന്താ സംഭവം. അന്ന് പ്രിയ ഫീൽഡിലില്ല. അപ്പം ഇത് ശുദ്ധ നുണയല്ലേ പറഞ്ഞത്. അപ്പം ഇതുപോലെ എത്ര ന്യൂസ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു ബ്രദറൊക്കെ മരിച്ചത് എന്ന് അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രദറുകൾ കുവൈറ്റിൽ വർക്ക് ചെയ്യണം വൈഫും കുട്ടിയായിട്ട്. ആ ബ്രദറും ഇതായിട്ട് യാതൊരു കണക്റ്റഡും അല്ല. പക്ഷെ ഞാൻ അതും കേട്ടു. ആ പത്രം അന്ന് വിറ്റത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കണ്ടതാ. അന്ന് ഞാൻ സത്യമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ പാസ് ചെയ്യുമ്പോൾ കടയുടെ മുമ്പിൽ തൂങ്ങി കിടക്കുന്നു. പ്രിയങ്കയുടെ ഫോട്ടോ ഉണ്ട്, നഗ്നമായ ഫോട്ടോ ഉണ്ട്, ബ്രദർ തൂങ്ങി മരിച്ചെന്നു. ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് എന്തിനാണ് ഹെഡിങ് കൊടുത്തത്? അയാളുടെ പത്രത്തിൽ കാശ് കിട്ടാൻ വേണ്ടി ആൾക്കാർ വാങ്ങി വായിക്കും. സെയിം പത്രം ക്രൈം കൊടുത്തതാണത്. ക്രൈം പറയണേന് എന്താ എനിക്ക് പേടിയൊന്നുമില്ല അയാളുടെ പേര് പറയണേന്. ക്രൈം നന്ദകുമാർ അന്ന് ആ പത്രം അത് ഇട്ടിട്ട് അന്നത്തെ മാത്രം വിറ്റുപോയ കാശ് എത്രയാണെന്നറിയോ? എന്തിനാണ് നുണയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം? ഭരതേട്ടനെ കുറിച്ച് കുറേ പറഞ്ഞു. ഭരതേട്ടൻ്റെ വീട്ടിൽ ജനിച്ചു വന്ന ഒരു മോളെ പോലെ സ്നേഹിച്ച ആളാണ് ഭരതേട്ടൻ, ലളിത ചേച്ചിയും ആ കുട്ടികളൊക്കെ. സിദ്ധാർത്ഥനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ ഇത്രയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ മരിച്ച കാര്യം ഞാൻ കുറേ ന്യൂസ് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കറിയാം, എൻ്റെ കുടുംബക്കാർക്കറിയാം, ആ നാട്ടുകാർക്കറിയാം, ഹോസ്പിറ്റലുകാർക്കറിയാം. പോസ്റ്റ്മോർട്ടം നടന്നു എത്ര വർഷം മുമ്പ്. പ്രേം നസീർ മരിച്ച ദിവസം ആലോചിച്ച് നോക്കിയാൽ മതി. അന്നാണ് എൻ്റെ ബ്രദർ. എത്ര വർഷമായി? വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് തന്നെ പോവാണ്. ഒരു വിവാദം ഒന്ന് ഒഴിഞ്ഞു വരുമ്പോൾ അടുത്തൊരു വിവാദം വരുന്നു. അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടോ? അമ്മ പറയും കാർത്തിക നാളെ സൂക്ഷിച്ചും കണ്ട് നിൽക്ക്, കാർത്തിക കീർത്തിയും കേൾക്കും അപകീർത്തിയും കേൾക്കുമെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് വരുന്നതല്ല. എനിക്ക് അങ്ങനെ താല്പര്യവും ഇല്ല. അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദവും ചാനൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണമെന്ന് ഞാനാ. എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കായിരുന്നു. അവരുടെ കാര്യങ്ങൾ മതി, താല്പര്യമില്ല. ഇതറിയാതെ വന്നു പോകുന്ന ഓരോരുത്തർ പടച്ച് വിടുന്ന വിവാദം ആണ്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്ന ഒരു ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ചാനലുകാർ ചെയ്യുന്ന അവരുടെ ജോലിയാണ്. അവർക്ക് എങ്ങനെ ചാനൽ റീച്ച് കൂട്ടാന്നാ നോക്കുള്ളൂ അല്ലേ? അതായത് പ്രിയങ്കയ്ക്ക് ഇതിപ്പോൾ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും അങ്ങനെയാണ്, സ്വന്തം കാര്യങ്ങൾ തന്നെ നോക്കുകയുള്ളൂ അല്ലേ? അതിന് തെറ്റ് പറയാനൊന്നും ഞാനാണല്ല. പക്ഷേ ഇപ്പം ഈ ചോദിച്ച ചോദ്യം അതിനുള്ള ആൻസർ വലിയൊരു ആൻസറാണ്. ഈ ലോകത്തുള്ള ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കണം. ആ സിനിമ വരുന്നതിന് മുമ്പേ എൻ്റെ ബ്രദർ മരിച്ചു. അതിൻ്റെ ദുഃഖം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ് എൻ്റെ അമ്മയും ഞാനും. ലാലേട്ടനോട് അന്ന് വിയറ്റ്നാമിൽ അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഇങ്ങനെ അന്ന് അമ്മയെ ലാലേട്ടൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതാണ്, മോനെ പോലെ കണ്ടോളൂ കേട്ടോ. ഇന്നും എൻ്റെ അമ്മ മോനെ പോലെ കാണുന്ന ആളാണ് ലാലേട്ടൻ. പിന്നെ മമ്മൂക്ക ഞാൻ ചോദിച്ചില്ല എന്നാലും പറയാം, ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പം എനിക്ക് തോന്നുന്നു 3-4 പടം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും എനിക്കൊരു ഇതൊന്നുമില്ല. എല്ലാവരും ഞാൻ വളരെ റെസ്പെക്റ്റായിട്ടും ഇപ്പം നിൽക്കുന്നു അതുപോലെ തന്നെയാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഫീൽഡിൽ നിന്നുണ്ടാകാൻ ഞാനത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ആ പ്ലേസ് ഒഴിച്ചു കൊടുക്കണം. കയറിക്കോ അങ്ങോട്ട് വാന്നും പറയാം. ആ പ്ലേസ് അവിടെ തന്നെ നിൽക്കട്ടെ. എന്തിനും നമ്മൾ മാറ്റി കൊടുക്കുന്നു. എല്ലാ ജോലിയിലും ഉണ്ട് ഇല്ലേ? ഈ ഒരു ജോലി മാത്രമല്ല, ഹോസ്പിറ്റൽ ജോലിയുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും.